പെൻഷനായിട്ട് പരിസ്ഥിതി സംരക്ഷണവും ജൈവകൃഷിയും ചെയ്യാമെന്നാണ് ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ വന്നത്. അന്നേരം ഇവിടെ ജൈവകൃഷി ചെയ്യണമെങ്കിൽ ജൈവവളമില്ല. ജൈവവളമില്ലാതെ വന്നിട്ട് പിന്നെ രാസവളമല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അങ്ങനെയാണ് ഞാൻ 17 കൊല്ലം മുമ്പ് ഒരു മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് സ്ഥാപിച്ചു. മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് സ്ഥാപിച്ചുകൊണ്ട് എനിക്കതുകൊണ്ട് കിട്ടിയ നേട്ടം, മാലിന്യങ്ങൾ അതിൻ്റെ ഉറവിടത്തിൽ സംസ്കരിച്ച് പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞ ഒരു ഏറ്റവും മഹത്തരമായ ഒരു സംരംഭത്തിൽ പങ്കാളിയാകാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം ഉറവിട മാലിന്യമാണ്, അല്ലാതെ പഞ്ചായത്തുകളോ ഗവൺമെൻറ്റോ ചെയ്യുന്ന മാലിന്യ സംസ്കരണമല്ല. മാലിന്യം അതിൻ്റെ ഉൽപ്പാദകൻ തന്നെ സംസ്കരിക്കണം. മാലിന്യം സംസ്കരിച്ചാൽ നമുക്ക് കിട്ടുന്നത് പ്രകൃതിയെ സംരക്ഷിച്ചു എന്നുള്ള ഒരു സമാശ്വാസവും അതോടുകൂടി തന്നെ നമുക്കതിൻ്റെ ബോണസായിട്ട് കിട്ടുന്ന കമ്പോസ്റ്റ് കൊണ്ട് ജൈവകൃഷി ചെയ്യാം. ജൈവകൃഷി ചെയ്താൽ നമുക്ക് ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കാം. ജൈവ ഉൽപ്പന്നങ്ങൾ കൊണ്ട് ആരോഗ്യ സുരക്ഷയും ഉറപ്പാക്കാം. ആരോഗ്യ സുരക്ഷയും ഭക്ഷ്യസുരക്ഷയും. അതുപോലെ തന്നെ ജൈവകൃഷി ചെയ്യുന്നുണ്ട്. 1 കിലോ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് 50 പൈസയോ അല്ലെങ്കിൽ കൂടി വന്നാൽ 1 രൂപയിൽ കൂടുതൽ നമുക്ക് ചിലവില്ല. അതേസമയത്ത് 1 കിലോ രാസവളം വാങ്ങിക്കണമെങ്കിൽ ഇന്ന് 25 രൂപ കൊടുക്കണം. അന്നേരം ഈ ജൈവകൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നു. അതോടൊപ്പം തന്നെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നു. ഭക്ഷ്യസുരക്ഷയിൽ കൂടെ നമ്മൾ അന്യാശ്രയത്വമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നു. അന്നേരം ഗാന്ധിജി വിഭാവന ചെയ്ത സ്വാശ്രയത്വം നമുക്ക് പിന്നെ ജീവിതത്തിൽ അനുവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് അന്യാശ്രയത്വമില്ലാതെ, രോഗഗ്രസ്തരില്ലാതെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തരായിട്ട് കുറേ കൂടെ ധന്യമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുമെന്നാണ്. അതുകൊണ്ട് ഞാൻ മണ്ണിര കമ്പോസ്റ്റ് എല്ലാ വീടുകളിലും ഉണ്ടാക്കി മാലിന്യ സംസ്കരണം ഉറവിടത്തിൽ തന്നെ നടത്തുന്നതിന് വേണ്ടി ഞാൻ പഞ്ചായത്തിലേക്ക് ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിലേക്ക് പോയിരിക്കുകയാണ്. അത് ഉദ്ദേശിക്കുന്ന ഒരു പോർട്ടബിൾ വെർമി കമ്പോസ്റ്റാണ്. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വെർമി കമ്പോസ്റ്റ് എന്ന് പറയുന്നത് അത് ഒരു സ്ഥലത്ത് സ്ഥാപിച്ചാൽ അത് നമുക്ക് മാറ്റി സ്ഥാപിക്കാൻ പറ്റുകയില്ല. ഒരാൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ട്രാൻസ്ഫർ ആകുകയോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടോ പോകുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോകാൻ പറ്റില്ല, അതവിടെ കളഞ്ഞിട്ട് പോകുക. ഇത് മാത്രമല്ല, ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കും അത് സാധിക്കാൻ പറ്റില്ല. പിന്നെ പുറംപോക്കിൽ താമസിക്കുന്നവർക്കും അത് പറ്റുകയില്ല. അതുകൊണ്ട് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മണ്ണിര കമ്പോസ്റ്റ് പിറ്റ് ഒരു പോർട്ടബിൾ സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ അത് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് യാതൊരു മെയിൻ്റനൻസ് വേണ്ട. സിന്തറ്റിക് പോർട്ടബിൾ വെർമി കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ടാക്കാനുള്ള അതാകുമ്പോൾ കുടിൽ തൊട്ട് കൊട്ടാരം വരെ എല്ലാവരും മാലിന്യത്തിൻ്റെ ഉൽപ്പാദകരാണ്. അന്നേരം മാലിന്യത്തിൻ്റെ ഉൽപ്പാദകർ മുഴുവൻ മാലിന്യം സംസ്കരിച്ചേ മതിയാവുള്ളൂ. എന്നാലേ നമുക്ക് ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനത്തിനും എല്ലാം നമ്മൾ മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായിട്ട് എല്ലാവരും ആചരിക്കേണ്ട ഒരു കടമയാണ്. അങ്ങനെ മാലിന്യം സംസ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു പോർട്ടബിൾ വെർമി കമ്പോസ്റ്റ് യൂണിറ്റിൻ്റെ പ്രപ്പോസൽ ഞാൻ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതായിക്കഴിഞ്ഞാൽ മാലിന്യ സംസ്കരണം നമുക്കൊരു പ്രശ്നമാകുകയില്ല. അത്തരം കാലാവസ്ഥാ വ്യതിയാനവും ഇതുമായുള്ള പ്രശ്നങ്ങളും നമുക്ക് എന്നേക്കും അതിനോട് നമുക്ക് ഗുഡ് ബൈ പറയാൻ സാധിക്കും. 4 തരം പച്ചമുളകുകളുണ്ട്. ഒന്ന് വയലറ്റ് നിറമുള്ളത്, ഇത് നീളം പിരിയൻ മുളക്, നമ്മൾ പഴുത്ത മുളക് ഉണങ്ങി കിട്ടുന്നത് പിരിയൻ മുളകാണ്. പിന്നെ ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കാപ്സിക്കൻ ടൈപ്പ് മുളകാണ്. പിന്നെ വേറൊരെണ്ണം ഉള്ളത് ഒരു ഏതാണ്ട് 6 ഇഞ്ച് നീളമുള്ള ബജി ഉണ്ടാക്കുന്ന മുളക് ഉണ്ട്. അതിൻ്റെ തൈകളിവിടെ. പിന്നെ കാന്താരി പലതരത്തിലുണ്ട്. ഇപ്പോൾ 1 കിലോ കാന്താരിക്ക് 1000 രൂപ വിലയുണ്ടെന്നാണ്. ഓമ ഇന്ന് ഈ ക്യാൻസറിൻ്റെ തലസ്ഥാനമാണല്ലോ നമ്മുടെ കേരളം. അവിടെ ഇന്നിപ്പം റേഡിയേഷൻ തെറാപ്പിയൊക്കെ കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞവർക്ക് ഈ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് കുറയുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. അന്നേരം ഓമയ്ക്ക എന്ന് പറയുന്നത് പ്രകൃതി നമുക്ക് തന്ന ഒരു വലിയ സിദ്ധ ഫലമാണെങ്കിലും ആരും ഉപയോഗിക്കുന്നത് കാക്കയാണ് അതിൻ്റെ പ്രധാന ഉപയോക്താവ്. പക്ഷേ നമ്മളിന്നിപ്പം ഓമയുടെ കായും അതും ഒക്കെ ആളുകൾ തേടിപ്പോകുന്ന ഒരു കാലത്തേക്കാണ് വന്നിരിക്കുന്നത്. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് കുറയുന്നതിന് തടയാൻ വേണ്ടി ഓമയുടെ കറയെടുക്കുക, ഓമയുടെ മണ്ട കഷായം വെച്ച് കുടിക്കുക, ഓമയ്ക്ക ഭക്ഷിക്കുക എന്നൊക്കെയാണ് ഇപ്പം ക്യാൻസറിൻ്റെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് ഞാനും കഴിയുന്നത്ര ഇവിടെ ഒരുപാട് ഹോമിയൊക്കെ കിട്ടുന്ന എൻ്റെ പിന്നെ ഒരു ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ജൈവ വൈദ്യ സംരക്ഷണമാണ്.
അതിന് കിട്ടുന്ന എല്ലാ ചെടികളുടെയും തൈകൾ ഉൽപ്പാദിപ്പിച്ച് എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കുകയും കഴിയുന്നതിൻ്റെയൊക്കെ പലതരത്തിലുള്ള പ്രജനനം നടത്തി അല്ലെങ്കിൽ പിന്നെ ഉൽപ്പാദനം നടത്തി ഞാനിവിടെയും ഒക്കെ ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഞാൻ വെച്ച് പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. കമ്പിളി നാരകത്തിൻ്റെ പതിവെച്ച തൈ ഉണ്ടാക്കിയിട്ട് അതേന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് കമ്പിളി നാരകത്തെ ഗ്രാഫ്റ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കുന്ന അവിടെ എൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. 5-6 തൈ ഇങ്ങനെ കമ്പിളി നാരകത്തിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കമ്പിളി നാരകം എനിക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അന്നേരം കമ്പിളി നാരകത്തിൻ്റെ തൈ ഉണ്ടാക്കിയിട്ട് അത് ലെയർ ചെയ്തെടുത്ത കമ്പിളി ചെറുനാരകത്തിൻ്റെ ലെയർ ചെയ്തെടുത്ത തൈയിൽ നിന്ന് ഈ കമ്പിളി നാരകത്തിൻ്റെത് ഒട്ടിച്ചിരിക്കുന്നതാണ് അത് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഒരു അത്ഭുത സസ്യമാണ്. ഇത് കമ്പിളി നാരകത്തിൽ ചെറുനാരകം ഒട്ടിച്ചതാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ശക്തമായിട്ട് വളരുന്നത്. കമ്പിളി നാരകമാണെങ്കിൽ അത് ഉണക്കിനെ ചെറുക്കാൻ ശേഷിയുള്ള മരമാണ്. അതേസമയത്ത് ചെറുനാരകത്തിനാണെങ്കിൽ ഈ ഉണക്കിനെ ചെറുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അത് ഒരു 6 മാസം വളരും, 6 മാസം ഉണങ്ങിയും വരണ്ടുമൊക്കെ നിൽക്കും. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ചെറുനാരകം നല്ലതുപോലെ ഉൽപ്പാദനം തരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിതിനെ കമ്പിളി നാരകത്തെ ചെറുനാരകവും പിന്നെ പതിവെച്ച് അങ്ങനെ വളർത്തിയപ്പോഴാണ് ഇതേതാണ്ട് ഒരു സീസണിൽ 3 സീസണിൽ ഇത് കായ്ക്കും. ഒരു സീസണിൽ ഒരു 5000 നാരങ്ങ വെച്ചുണ്ടാകുന്നത്. അന്നേരം അതിന് ഞാൻ ചെയ്തത് ഇവിടെ നല്ല വെള്ളവും വളവും കിട്ടുന്ന ഒരു പ്രദേശമാണ്. സൂര്യപ്രകാശം പൊട്ടിൻ്റെതാണ്. അന്നേരം ഞാനിവിടെ ഈ വെള്ളവും വളവും കൂടുതൽ കിട്ടുകയും ചെയ്യും. അതേസമയത്ത് സൂര്യപ്രകാശം ഇല്ലതാണ്. അന്നേരം സൂര്യപ്രകാശം ഉണ്ടെങ്കിലേ ചെടി വളരുകയുള്ളൂ. ചെടി വളരണമെങ്കിൽ ചെറുനാരകമാണെങ്കിൽ ഒട്ട് വളരുകയുമില്ല. അന്നേരം വലുതായിട്ട് വളരുന്ന ഒരു കമ്പിളി നാരകത്തെ ഒരു ചെറുനാരകം ഇങ്ങനെ കൊണ്ടുവന്ന് ഒട്ടിച്ചെടുത്തു. ഇനിയും കമ്പിളി നാരകത്തെ ചെറുനാരകം ഒട്ടിച്ച് അത് മുറിച്ചെടുക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു കമ്പിളി നാരകത്തിൻ്റെ തൈ പ്ലാസ്റ്റിക് കൂട്ടിനകത്താക്കി കൊണ്ടുവന്ന് ഇവിടെ ഇതിൻ്റെ ഒരു റാഫ്റ്റിൽ ഇത് ഉറപ്പിച്ച് വെച്ച് അത് കഴിഞ്ഞിട്ട് ഇത് ഈ കമ്പിളി നാരകത്തിൻ്റെ കമ്പും ചെറുനാരകത്തിൻ്റെ കമ്പും ഫേസ് ടു ഫേസ് ചെത്തിയിട്ട് അപ്രോച്ച് ഗ്രാഫ്റ്റ് പ്രകാരം ഇത് ഒട്ടിച്ചെടുത്ത് അത് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോഴത്തേക്ക് ഈ കമ്പിളി നാരകത്തിൽ ചെറുനാരകം പിടിച്ചു കഴിഞ്ഞിരിക്കും. ചെറുനാരകത്തിൻ്റെ കമ്പ് പിടിച്ചു കഴിഞ്ഞു. എന്നിട്ട് അത് മുറിച്ചെടുത്ത് ആദ്യം ഒരു ചെറിയ കട്ടുണ്ടാക്കി 2 ആഴ്ച കഴിയുന്ന തന്നെ അല്പം കൂടെ ഡീപ്പറായിട്ടുള്ള ഒരു കട്ടുണ്ടാക്കി അത് കഴിഞ്ഞിട്ട് അവസാനമായിട്ട് നമ്മളിത് ഏതാണ്ട് സ്റ്റേബിളാണെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഡിക്കേഷൻ ഇത് മുറിക്കുന്ന നമ്മുടെ ഇതിൻ്റെ സയോൺ വാടാതിരിക്കും. അന്നേരം അത് മുറിച്ച് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ മാറ്റി ഇതിപ്പം ഒരു പുതിയ ചെടി കമ്പിളി നാരകത്തിൽ പൊട്ടിച്ച ഒരു ചെറുനാരകത്തിൻ്റെ തൈയായി നമുക്ക് ഇതിനെയും കൊണ്ടുവന്ന് ഒരു 2 ആഴ്ച ഷെയ്ഡിലൊക്കെ വെച്ച് സ്റ്റേബിളായി കഴിയുന്നുണ്ട്. നമുക്കിത് പിന്നെ ഫീൽഡിലെടുത്ത് നടാറാണ്. അങ്ങനെ അത് കഴിയുന്നുണ്ട് നമുക്ക് കിട്ടുന്നത് ഒരു കമ്പിളി നാരകത്തിൽ ഒരു ചെറുനാരകമാണ്. പിന്നെ കമ്പിളി നാരകം വളരാൻ അനുവദിക്കാതിരുന്ന ചെറുനാരകം വളർന്ന് ഇതുപോലെ വലിയൊരു ചെടിയാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ കൃഷിയെ ആശ്രയിക്കാതെ തമിഴ്നാട്ടിൽ നിന്നും മറ്റും വരുന്ന വിഷം കലർന്ന പച്ചക്കറികളാണ് കഴിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് വിവിധതരം രോഗങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുകയാണ് ഇന്നത്തെ സമൂഹം ചെയ്യുന്നത്. എന്നാൽ DRDAയിൽ ശാസ്ത്രജ്ഞനായിരുന്ന വിജയൻ സാറ് കഴിഞ്ഞ കുറേ കാലമായിട്ട് എങ്ങനെയാണ് ആധുനിക രീതിയിൽ കൃഷി സ്വന്തം വീട്ടിൽ ചെയ്തിട്ട് അതുമൂലം കിട്ടുന്ന പച്ചക്കറികളും മറ്റും സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് കൂടി അത് നൽകുന്ന രീതിയിലുള്ളൊരു രീതിയാണ് അദ്ദേഹം പുലർത്തിക്കൊണ്ടുവരുന്നത്. സ്വന്തം കൃഷിയിടത്തിലുണ്ടാകുന്ന വേസ്റ്റുകളും അതുപോലെ തന്നെ സ്വന്തം വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് ഉറവിട മാലിന്യ സംസ്കരണം എങ്ങനെയാണെന്ന് കാട്ടിക്കൊടുക്കാൻ വിജയൻ സാറിന് സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ഉണ്ടാകുന്ന പച്ചക്കറികൾ മരത്തിൻ്റെ മുകളിൽ കൂടെ പടർന്നു പോകുന്ന നമ്മുടെ ഈ ആകാശവെള്ളരി പോലുള്ള ആകാശവെള്ളരിക്കയൊക്കെ പറിക്കാൻ കൊച്ചുകുട്ടികൾക്ക് പോലും നിലത്ത് നിൽക്കുമ്പോൾ നിന്ന് അല്ലെങ്കിൽ സ്ത്രീകൾക്കും മറ്റുള്ളവരുടെ സഹായമില്ലാതെ അത് നിലത്ത് നിന്നുകൊണ്ട് തന്നെ പറിക്കേണ്ട രീതികൾ അദ്ദേഹം വളരെ വിദഗ്ധമായിട്ട് മറ്റുള്ളവരാരും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല.
ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങളിലാണ് ഞാനത് എനിക്ക് അത് കാണാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള രീതി കൂടെ ഇദ്ദേഹം മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇദ്ദേഹം സ്വായത്തമാക്കിയിട്ടുള്ള ഈ ശാസ്ത്രീയ രീതികൾ മറ്റ് സമൂഹത്തിന് വേണ്ടി പകർന്നു നൽകാൻ, അല്ലെങ്കിൽ ആ ഒരു അവയർനെസ്, ഹൗ ടു മേക്ക് ദിസ് എന്നുള്ളത് മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു കൃഷി രീതി കുട്ടികളിലേക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ട അവയർനെസ് അദ്ദേഹം ക്ലാസ് മുഖേന മറ്റ് സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരു ട്രെയിനിങ് പോലെ ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പഞ്ചായത്തുകളിൽ, അതുപോലെ കുടുംബശ്രീ മേഖലകളിൽ ഇവിടെയെല്ലാം അദ്ദേഹം നേരിട്ട് ചെന്ന് ഇങ്ങനെയുള്ള അവയർനെസ് കുട്ടികൾക്കും അല്ലെങ്കിൽ മറ്റുള്ള അയൽക്കൂട്ടങ്ങൾ അങ്ങനെയുള്ള പൊതുസമൂഹത്തിന് പകർന്നു നൽകുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതി, അല്ലെങ്കിൽ നമുക്ക് സ്വായത്തമായിട്ടുള്ള കഴിവുകളെ മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകാൻ ഈ പ്രായത്തിലും അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിക്കുന്നു എന്ന് കാണുമ്പോൾ മറ്റ് സമൂഹത്തിലുള്ള മറ്റുള്ളവർക്കും ഇതേ രീതിയിൽ കൃഷിയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവയർനെസ് കൊടുക്കത്തക്ക രീതിയിൽ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ കൃഷിയിടങ്ങൾ ഇതുപോലെ കൃഷി ചെയ്യത്തക്ക രീതിയിൽ ആക്കി തീർക്കുകയും ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ചേരുന്നത് കാട്ടിക്കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് പിന്നെ അതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ളവർ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെ സമൂഹം മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിലേക്കായിട്ട് ഗവൺമെൻറ്റും മറ്റുള്ള ഇതര സംഘടനകളിലൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെ മാതൃകയാക്കേണ്ടതും അവർക്ക് വേണ്ട അംഗീകാരങ്ങൾ സമയാസമയങ്ങളിൽ കൊടുത്ത് വേണ്ട, അല്ലെങ്കിൽ അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുമ്പോൾ മറ്റുള്ളവർക്കും അത് ഇങ്ങനെയുള്ളൊരു രീതിയിലുള്ള കൃഷി സമ്പ്രദായത്തിലേക്ക് തീരാനും, അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് മറ്റുള്ളവർ സ്വയം അല്ലെങ്കിൽ മറ്റുള്ളവരും കൂടെ അത് മാതൃകയാക്കി ചെയ്യാൻ ഇത്തരം പ്രവർത്തനങ്ങൾ സാധിക്കും എന്നാണ് വിജയൻ സാറിൻ്റെ പ്രവർത്തനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് പിലോസാൻ എന്ന് പറയുന്ന ഒരു ചെടിയുടെ ലെയർ ചെയ്ത തൈയാണ്. നമ്മൾ ചെടിയുടെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് വിത്ത് കിളിപ്പിച്ച് തൈ ഉണ്ടാക്കാം, ലെയർ ചെയ്തുണ്ടാക്കാം, ഗ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കാം, അങ്ങനെ പല രീതിയുണ്ട്. ഇത് ലെയർ ചെയ്തെടുത്ത ഒരു പിലോസാൻ്റെ തൈയാണ്. ഇത് അടുത്ത കൊല്ലം കായ്ക്കും. അടുത്ത കൊല്ലം ജനുവരി ആകുമ്പോഴാണ് ഇത് പൂക്കുന്നത്. ജനുവരിയിൽ ഇത് പൂക്കും. അതേസമയത്ത് മറ്റേ തൈ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന തൈ ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ സാധിക്കില്ല. ഇത് അതിൻ്റെ തന്നെ ജനറ്റിക് ക്വാളിറ്റീസ് എല്ലാം ഉള്ള ഒരു റിപ്ലിക്കയാണ്. ഇതിൻ്റെ ഒരു തനി പകർപ്പാണ്. അന്നേരം ഇത് അടുത്ത കൊല്ലം നമുക്ക് മറ്റേ ചെടിക്കും ഇതും തമ്മിലുള്ള വ്യത്യാസം, ഇത് വലിയ ചെടിയാകുകയില്ല, ചെറുതായിട്ട് നിൽക്കും. ചെറുതായിട്ട് എന്നാൽ നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പിലോസാൻ കാകകൾ, അത് റംബുട്ടാൻ കാക പോലെ തന്നെ രുചികരമാണ്. പക്ഷേ ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്. അന്നേരം ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് എടുത്താൽ നമുക്ക് പെട്ടെന്ന് കാലതാമസം ഒഴിവാക്കി ഇത് ഫലം ഉണ്ടാക്കി എടുക്കാനുള്ള സൗകര്യമുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഈ പ്രജനന രീതിയുടെ ഒരു ഗുണം. ചക്ക മലയാളിക്ക് ഒരു വരദാനമാണ്. പക്ഷേ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അതിനോട് യാതൊരു താല്പര്യവുമില്ല. എങ്കിലും പഴയ തലമുറയ്ക്ക് പ്രത്യേകിച്ച് വരിക്കച്ചക്ക യഥാർത്ഥത്തിൽ വരദാനമായിട്ടാണ് അവർ അതിനെ കാണുന്നത്. അത് പറിക്കുന്നത് ഇന്നിപ്പം മരത്തെ കയറാൻ ആളില്ല. മരത്തെ കയറിയാൽ തന്നെ ഈ ചില്ല ഭാഗത്തുണ്ടാകുന്ന ചക്ക പറിച്ചെടുക്കുന്ന വളരെ ബുദ്ധിമുട്ടാണ്. തറയെ വീണ് പോയാൽ പഴിപ്പിച്ചാൽ അത് കൊള്ളുകയില്ല, ചീഞ്ഞു പോകും. അതുകൊണ്ട് തറയെ വീഴാതെ തുഞ്ചത്ത് നിന്ന് മരത്തെ കയറിയാലും പറിക്കാൻ വയ്യാത്ത സ്ഥാനത്ത് നിന്ന് പറിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇത്. ഇങ്ങനെ പറിച്ചു കഴിഞ്ഞാൽ ചക്കയ്ക്ക് യാതൊരു കേടുമില്ല, ആൾ കയറേണ്ട ആവശ്യവുമില്ല, താഴെ നിന്ന് തന്നെ പറിക്കാം. അന്നേരം ഈ വരദാനമായത് നമുക്ക് കിട്ടിയ സമ്പത്തിനെ നമുക്ക് വേണ്ടവണ്ണം ഉപയോഗിക്കാൻ ഒരു ചെറിയ ഉപാധിയാണിത്. അന്നേരം ഇത് ഇങ്ങനെയാണ്. ഇത് കൊണ്ടുവന്ന് ചക്ക ഈ ബാഗിനകത്തേക്ക് സഞ്ചിക്കകത്തേക്ക് കയറ്റും. സഞ്ചിക്കകത്തിട്ട് കയറ്റിയിട്ട് ഒരു തോട്ടിയുണ്ട്, അത് ചക്ക അതിനകത്ത് അറുത്തിട്ടിട്ട് പിന്നെ കെട്ടി ഇങ്ങോട്ട് ഇറക്കുകയാണ്. അന്നേരം പ്ലാവേൽ കയറാതെ തന്നെ ചക്ക കെട്ടി ഇറക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിശേഷം. സാധാരണയാണെങ്കിൽ ചെയ്യുന്നത് പ്ലാവെ കയറിയിട്ട് പറിച്ചിടുക അല്ലെങ്കിൽ കെട്ടി ഇറക്കാമെന്ന്. ഇത് പ്ലാവെ കയറാതെ തന്നെ, അതും പ്രത്യേകിച്ച് ആളുകൾക്ക് എത്തിപ്പെടാൻ വയ്യാത്ത സ്ഥലത്തുള്ള ചക്കയെ കയറാതെ തന്നെ പറിച്ച് തറയെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ മേന്മ.
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്പൈസസ് ബോർഡ് ഏലം കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിക്കും. പടന്നക്കാട് കാർഷിക കോളേജിൽ നീര പ്ലാന്റ്. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി ജില്ലയിലെ ഏലം കർഷകരുടെ പ്രശ്നങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതിനും തോട്ടങ്ങളിലെ രോഗകീടബാധ തുടങ്ങിയ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കി പരിഹാരമാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനും സ്പൈസസ് ബോർഡ് വിവിധ പഞ്ചായത്തുകളിൽ കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിക്കുന്നു. സ്പൈസസ് ബോർഡിലെ ശാസ്ത്രജ്ഞരും വികസന വിഭാഗം ഉദ്യോഗസ്ഥരും യോഗങ്ങളിൽ സംബന്ധിക്കും. പ്രഥമ യോഗം സെപ്റ്റംബർ 17-ാം തീയതി രാജക്കാട് സംഘടിപ്പിക്കും. എല്ലാ ഏല കർഷകരും യോഗത്തിൽ സംബന്ധിക്കണമെന്ന് സ്പൈസസ് ബോർഡ് അറിയിച്ചു. നീര ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച കാർഷിക സർവകലാശാലയുടെ ഗവേഷണ നേട്ടം കേര കർഷകരുടെ വികസന പ്രവർത്തനങ്ങളിൽ ഒരു നാഴികക്കല്ലാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. നീലേശ്വരം പടന്നക്കാട് കാർഷിക കോളേജിൽ കേരള കാർഷിക സർവകലാശാല സ്ഥാപിച്ച പുതിയ നീര പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നീര ഉൽപ്പാദന സാങ്കേതിക വിദ്യയ്ക്ക് നേതൃത്വം നൽകിയ കൃഷിമന്ത്രി, കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ, ശാസ്ത്രജ്ഞർ എന്നിവരെ മുഖ്യമന്ത്രി അനുമോദിച്ചു. കാർഷിക സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ കേരള സർവകലാശാല അഭിനന്ദനീയമായ നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച കൃഷിമന്ത്രി KP മോഹനൻ പറഞ്ഞു. തെങ്ങിൻ പൂങ്കുലയിൽ നിന്ന് കേരാമൃതം എന്ന മദ്യാംശമില്ലാത്ത ലഘുപാനീയം ഉണ്ടാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ ആദ്യമായി വികസിപ്പിച്ചത് കാർഷിക സർവകലാശാലയുടെ പീലിക്കോട് കേന്ദ്രത്തിലാണെന്നത് അഭിമാനാർഹമായ നേട്ടമാണെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ P. രാജേന്ദ്രൻ പറഞ്ഞു. ജനപ്രതിനിധികൾ, കാർഷിക സർവകലാശാല ജനറൽ കൗൺസിൽ അംഗങ്ങൾ, ഗവേഷണ വിഭാഗം മേധാവി ഡോക്ടർ ഗോപാലകൃഷ്ണൻ, വിജ്ഞാന വ്യാപന വിഭാഗം മേധാവി ഡോക്ടർ PV ബാലചന്ദ്രൻ, കോളേജ് അസോസിയേറ്റ് ഡീൻ ഡോക്ടർ M. ഗോവിന്ദൻ, നാളികേര മിഷൻ ഡയറക്ടർ ഡോക്ടർ B. ജയപ്രകാശ് നായിക്, അസോസിയേറ്റ് ഡയറക്ടർ കരീം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പാലക്കാട് തൃത്താല ബ്ലോക്കിലെ അന്നപൂർണ്ണ പാടശേഖര സമിതി വനിതകൾക്കായി ഏകദിന കാർഷിക യന്ത്രവൽക്കരണ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. മഹിള കിസാൻ ശക്തികരൻ പരിയോജന, നെൽകൃഷി പുനരുദ്ധാരണ പദ്ധതി എന്നിവയുടെ ഭാഗമായാണ് പരിശീലനം സംഘടിപ്പിച്ചത്. 25 ഹെക്ടറോളം സ്ഥലം ഏറ്റെടുത്ത് നെൽകൃഷി നടത്തുന്ന അന്നപൂർണ്ണ പാടശേഖര സമിതിയുടെ അംഗങ്ങളായ വനിതകളാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. ചാലിശ്ശേരി, തൃത്താല എന്നീ കൃഷിഭവനുകളുടെ പങ്കാളിത്തത്തോടെ നടന്ന പരിശീലന പരിപാടികൾക്ക് കാർഷിക വിദഗ്ധർ നേതൃത്വം നൽകി. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 16,500 രൂപ, കോഴിക്കോട് 17,200, തൃശൂർ 16,400, കൊപ്ര കൊച്ചി 11,400, കോഴിക്കോട് 11,000, തൃശൂർ 10,920, കുരുമുളക് അൺഗാർബിൾഡ് 70,000, ഗാർബിൾഡ് 73,000, ചുക്ക് മീഡിയം 31,000, ബെസ്റ്റ് 32,500, മഞ്ഞൾ സേലം 7,000, ഈറോഡ് 7,200, അടയ്ക്ക പുതിയത് 25,000 മുതൽ 26,000 വരെ. കൊച്ചി റബ്ബർ RSS 5 12,300, റബ്ബർ RSS 4 12,900, കോട്ടയം റബ്ബർ RSS 5 12,350, റബ്ബർ RSS 4 12,900. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.2 24, കൊച്ചി 31 26, ആലപ്പുഴ 31.6 27, പുനലൂർ 32.6 22.5, തിരുവനന്തപുരം 31.1 26. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.